ഓക്കെ, നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണ്. 2018 2019 നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി 2020 21 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നോക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തൊറാസിക് ഡക്റ്റ് ഡ്രെയിൻസ് ദ ഫോളോയിങ് ഏരിയാസ് എക്സെപ്റ്റ്. അപ്പം തൊറാസിക് ഡക്റ്റ് ഡ്രെയിൻ ചെയ്യാത്ത ഏരിയ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസറിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് തൊറാസിക് ഡക്റ്റും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ തൊറാസിക് ഡക്റ്റ് എന്താണ്? ഒരു ലിംഫ് വെസലാണ് അല്ലേ? നമ്മുടെ ബോഡിയിലൊരു ലിംഫ് വെസലാണ് തൊറാസിക് ഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ലാർജസ്റ്റ് ലിംഫാറ്റിക് വെസൽ ഇൻ ദ ബോഡിയാണ് തൊറാസിക് ഡക്റ്റ് എന്ന് പറയുന്നത്. സോ ദ ലാർജസ്റ്റ് ലിംഫാറ്റിക് വെസൽ ഇൻ ദ ബോഡി ഈസ് തൊറാസിക് ഡക്റ്റ്. നമ്മുടെ ബോഡിയിൽ ലിംഫിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. അതായത് ലിംഫ് എങ്ങനെയാണ്? ബ്ലഡ് കാപ്പിലറീസിൽ നിന്ന് വന്നിച്ച് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലേക്ക് വരും. ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൽ നിന്ന് ലിംഫ് കാപ്പിലറീസിലേക്ക് ഡ്രെയിൻ ചെയ്യും. ലിംഫ് കാപ്പിലറീസിൽ നിന്ന് ലിംഫ് വെസൽസ് അല്ലെങ്കിൽ ലിംഫ് വെയിൻസ് എന്ന് പറയും, ലിംഫ് വെസൽസിലേക്ക് കയറും. അവിടുന്ന് ലിംഫ് ഡക്റ്റ്, ദെൻ ഫൈനലി വെയിൻസിലേക്ക് ഡ്രെയിൻ ചെയ്യും. അപ്പോൾ ഈ ലിംഫ് ഡക്റ്റ്, അതായത് ലിംഫ് വെസൽസ് ചേർന്ന് ഫോം ചെയ്യുന്ന ലിംഫ് ഡക്റ്റ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് ലിംഫ് ഡക്റ്റുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റും ആൻഡ് സെക്കൻഡ് വൺ നമ്മുടെ തൊറാസിക് ഡക്റ്റും. സോ റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റ് ഓപ്പൺസ് ഇൻ ടു റൈറ്റ് സബ്ക്ലേവിയൻ വെയിൻ ആൻഡ് തൊറാസിക് ഡക്റ്റ് ഓപ്പൺസ് ഇൻ ടു ലെഫ്റ്റ് സബ്ക്ലേവിയൻ വെയിൻ. അപ്പോൾ ഇത്രയും ഒരു ലിംഫിൻ്റെ ബേസായിട്ട് ഓർത്തിരിക്കുക. സോ ബാക്ക് ടു തൊറാസിക് ഡക്റ്റ്. തൊറാസിക് ഡക്റ്റിലേക്ക് വരുമ്പോഴും എൻ്റെ വെർട്ടിബ്രൽ ലെവൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഡ്രെയിൻ ചെയ്യുന്ന ഏരിയാസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നോക്കുക, തൊറാസിക് ഡക്റ്റ് അത് ബിഗിൻ ചെയ്യുന്നത്, നിങ്ങൾ ആ ഫിഗറിൽ നോക്കുക, സിസ്റ്റേർണ കൈലിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റേർണ കൈലി മുകളിലേക്ക് വന്നിട്ട് T12 വെർട്ടിബ്ര ലെവലിൽ വരുമ്പോഴാണ് നമ്മുടെ തൊറാസിക് ഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബിഗിനിങ് ഏരിയ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് T12, 12th തൊറാസിക് വെർട്ടിബ്ര. അതായത് അവിടെ വരെ നമുക്ക് 12 തൊറാസിക് വെർട്ടിബ്രയിലേ ഉള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. തൊറാസിക് ഡക്റ്റ് സ്റ്റാർട്ട്സ് അറ്റ് 12th തൊറാസിക് വെർട്ടിബ്ര. ദെൻ അവിടെ നിന്ന് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഡയഫ്രം ഉണ്ടാവും. ഡയഫ്രത്തിൻ്റെ അയോട്ടിക് ഓപ്പണിംഗ് ഓഫ് ഡയഫ്രം വഴി മുകളിലേക്ക് പോസ്റ്റീരിയർ മീഡിയാസ്റ്റിനത്തിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. പോസ്റ്റീരിയർ മീഡിയാസ്റ്റിനത്തിൽ ചെന്നേച്ച് എന്ത് ചെയ്യും? റൈറ്റ് ചെയ്യുന്ന ലെഫ്റ്റിലേക്ക് ക്രോസ് ചെയ്യും. ആ ഒരു ക്രോസ് ചെയ്യുന്ന ലെവൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 5th തൊറാസിക് വെർട്ടിബ്ര ലെവലിൽ വെച്ചിട്ടാണ് ആ ഒരു ക്രോസിങ് നടന്നിട്ടുള്ളത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ക്രോസ് ചെയ്യുന്നുണ്ട് 5th തൊറാസിക് വെർട്ടിബ്ര ലെവലിൽ വെച്ചിട്ട്. ദെൻ അവിടെ നിന്ന് സുപ്പീരിയർ മീഡിയാസ്റ്റിനത്തിലേക്ക് എൻ്റർ ചെയ്യും. ഇപ്പോൾ പോസ്റ്റീരിയർ മീഡിയാസ്റ്റിനം വഴി പോയിട്ട് ആ ഒരു ക്രോസിങ് 5th തൊറാസിക് വെർട്ടിബ്ര ലെവലിൽ വെച്ചത് ക്രോസ് ചെയ്യും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. അവിടെ നിന്ന് പിന്നീട് സുപ്പീരിയർ മീഡിയാസ്റ്റിനത്തിൽ നിന്ന് മുകളിലേക്ക് പോയിട്ട് ആ ഒരു C7 വെർട്ടിബ്ര, 7th സെർവൈക്കൽ വെർട്ടിബ്ര ലെവലിൽ വെച്ചിട്ട് അത് സബ്ക്ലേവിയൻ വെയിനിലോട്ട് ജോയിൻ ചെയ്യുന്നതും കാണാൻ പറ്റും. സോ ഒരു കോഴ്സ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നത് T12 വെർട്ടിബ്ര ലെവലിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5th T5 ലെവലിൽ വെച്ചിട്ട് ക്രോസിംഗ് ഉണ്ട്. C7 വെച്ചിട്ടാണ് അത് സബ്ക്ലേവിയൻ വെയിനിനോട് ചേരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ തൊറാസിക് ഡക്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു കോഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി തൊറാസിക് ഡക്റ്റ് ഡ്രെയിൻ ചെയ്യുന്ന ഏരിയാസ് നോക്കുക. തൊറാസിക് ഡക്റ്റ് ഡയഫ്രം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഡയഫ്രത്തിൻ്റെ ബിലോ സൈഡിൽ ബോത്ത് സൈഡ്സിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും തൊറാസിക് ഡക്റ്റാണ് ഡ്രെയിൻ ചെയ്യുന്നത്. പക്ഷേ എബോവ് പോകുമ്പോഴത്തേക്കും, ഡയഫ്രത്തിൻ്റെ എബോവ് വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രമാണ് തൊറാസിക് ഡക്റ്റ് ഡ്രെയിൻ ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റാണ് ഡ്രെയിൻ ചെയ്യുന്നത്. സോ ബിലോ ദ ഡയഫ്രം ബോത്ത് സൈഡ്സ് ഉണ്ട്, എബോവ് ദ ഡയഫ്രം ഓൺലി ലെഫ്റ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. ആ ഒരു ക്രോസ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നല്ലോ അന്നേരം ലെഫ്റ്റ് സൈഡ് മാത്രമേ എബോവ് ദ ഡയഫ്രം ഈ നമ്മുടെ തൊറാസിക് ഡക്റ്റ് ഡ്രെയിൻ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് ഏരിയ ആണ് ഡ്രെയിൻ ചെയ്യാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കുക, ലെഫ്റ്റ് ലോവർ ലിംബും ലെഫ്റ്റ് അപ്പർ ലിംബ്, റൈറ്റ് ലോവർ ലിംബ് ആൻഡ് റൈറ്റ് അപ്പർ ലിംബ്. സോ നമ്മളിപ്പോൾ പറഞ്ഞു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലോവർ ലിംബ് എന്തായാലും ഉണ്ടായിരിക്കും. ഡയഫ്രത്തിൻ്റെ ബിലോ പോർഷൻ രണ്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലോവർ ലിംബുണ്ട്. ഇനി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അപ്പർ ലിംബിൻ്റെ കേസ് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു എബവ് ദ ഡയഫ്രം ലെഫ്റ്റ് സൈഡ് മാത്രമാണ് തൊറാസിക് ഡക്റ്റ് ഡ്രെയിൻ ചെയ്യുന്നത്. റൈറ്റ് സൈഡ് ഡ്രെയിൻ ചെയ്യുന്നത് റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റാണ്. സോ ആ ഡ്രെയിൻ ചെയ്യാത്ത ഏരിയ എന്ന് പറയുന്നത് റൈറ്റ് അപ്പർ ലിംബാണ് ആൻസർ. സോ ദ ആൻസർ എന്ന് പറയുന്നത് റൈറ്റ് അപ്പർ ലിംബ്. നമ്മൾ ഈ തൊറാസിക് ഡക്റ്റിൻ്റെ ഒരു കോഴ്സ് പറഞ്ഞപ്പോൾ മീഡിയാസ്റ്റിനും ഡയഫ്രത്തിൻ്റെ ഓപ്പണിങ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം.
അതിന് മുന്നേ ഒരു കാര്യം കൂടെ, തൊറാസിക് ഡക്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത് എത്രയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ലെങ്ത് 45 സെൻറ്റിമീറ്റർ ആണ് തൊറാസിക് ഡക്റ്റിൻ്റെ ലെങ്ത് പറയുന്നത്. സോ 45 സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്ന വേറെ ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ഉണ്ട്? 45 സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്ന സ്പൈനൽ കോഡ് ഉണ്ട്, പിന്നെ തൊറാസിക് ഡക്റ്റ്, വാസ് ഡെഫറൻസ്, സാർട്ടോറിയസ് മസിൽ അഗെയിൻ 45 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്, പിന്നെ നമ്മുടെ ഫീമർ, ട്രാൻസ്വേഴ്സ് കോളൻ. ഇത്രയും സ്ട്രക്ചേഴ്സും 45 സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്ന സ്ട്രക്ചേഴ്സാണ്. സ്പൈനൽ കോഡ്, തൊറാസിക് ഡക്റ്റ്, വാസ് ഡെഫറൻസ്, സാർട്ടോറിയസ്, ഫീമർ, ട്രാൻസ്വേഴ്സ് കോളൻ, ഇത്രയും പേരും 45 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് വരുന്നത്. സോ ദെൻ ഇത് പാസ് ചെയ്യുന്നത് പോസ്റ്റീരിയർ മീഡിയസ്റ്റിനത്തിൽ കൂടെയും സുപ്പീരിയർ മീഡിയസ്റ്റിനത്തിൽ കൂടെയും പാസ് ചെയ്ത് പോകുന്നുണ്ട് തൊറാസിക് ഡക്റ്റ്. ഇതിന് ബീഡഡ് അപ്പിയറൻസ് ആണ്, വാൽവ്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തൊറാസിക് ഡക്റ്റിന് ബീഡഡ് അപ്പിയറൻസ് ആണ് വരുന്നത്. സോ ഇനി മീഡിയാസ്റ്റിനവും ഡയഫ്രത്തിൻ്റെ ഓപ്പണിങ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് മീഡിയാസ്റ്റിനം നോക്കാം. മീഡിയാസ്റ്റിനം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സ്പേസ് എവിടെയാണ് ശരിക്കും വരുന്നത്? മീഡിയാസ്റ്റിനം എന്ന് പറയുന്ന സ്പേസ് ശരിക്കും ഇൻ ബിറ്റ്വീൻ ലങ്സിനിടയിലുള്ള ആ ഒരു സ്പേസിനെയാണ് നമ്മൾ മീഡിയാസ്റ്റിനം എന്ന് പറയുന്നത്. സോ മീഡിയാസ്റ്റിനത്തിൻ്റെ ബോർഡേഴ്സ്, ജനറലി ബോർഡേഴ്സ് നോക്കുമ്പോൾ ആൻറ്റീരിയർലി സ്റ്റാണം ഫുള്ളായിട്ടുണ്ട്. സ്റ്റാണത്തിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഏതൊക്കെ പാർട്സ്, മാനബ്രിയം, സ്റ്റേണി, ബോഡി, സിഫോയിഡ് പ്രോസസ്സ്, അതൊക്കെ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞു. സ്റ്റേണൽ ആംഗിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് റിക്കളക്ട് ചെയ്ത് നോക്കുക. സോ മീഡിയാസ്റ്റിനത്തിൻ്റെ ബോർഡേഴ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻറ്റീരിയർലി സ്റ്റേണം, പോസ്റ്റീരിയർലി വെർട്ടിബ്രൽ കോളം ആണ് വരിക, സുപ്പീരിയർലി തൊറാസിക് ഇൻലെറ്റ്, ആ ഒരു നെക്കിൻ്റെ ആ ഒരു റീജിയൻ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ തൊറാസിക് ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഇൻഫീരിയർലി ഡയഫ്രം, ഓൺ ഈച്ച് സൈഡിലും മീഡിയാസ്റ്റിനൽ പ്ലൂറ, ലങ്സിനെ കവർ ചെയ്യുന്ന വരുന്ന പ്ലൂറയാണ് രണ്ട് സൈഡിലും വരുന്നത്. ഇൻഫീരിയർലി ഡയഫ്രം, സുപ്പീരിയർലി തൊറാസിക് ഇൻലെറ്റ്, ആൻറ്റീരിയർലി സ്റ്റേണം, പോസ്റ്റീരിയർലി നമ്മുടെ വെർട്ടിബ്രൽ കോളം. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ എവിടെയാണെന്നുള്ളതൊന്ന് ഇമാജിൻ ചെയ്തു നോക്കുക. ഇനി മീഡിയാസ്റ്റിനത്തിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, സുപ്പീരിയർ മീഡിയാസ്റ്റിനും ഇൻഫീരിയർ മീഡിയാസ്റ്റിനും. അത് ഈ ഒരു ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു യെല്ലോ കളർ, ആ ഡോട്ടഡ് ലൈൻ പോകുന്നുണ്ടല്ലേ, ആ ഒരു ഡോട്ടഡ് ലൈനിൻ്റെ മുകളിലുള്ളതിനെ നമ്മൾ സുപ്പീരിയർ മീഡിയാസ്റ്റിനം എന്നും താഴെയുള്ളതിന് ഇൻഫീരിയർ മീഡിയാസ്റ്റിനം എന്നും പറയുന്നത്. അപ്പോൾ സുപ്പീരിയർ മീഡിയാസ്റ്റിനം വരുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ, ഈ കൊടുത്തിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സ്റ്റേണം ഉണ്ട്, ബാക്കിൽ വെർട്ടിബ്രൽ കോളം ഉണ്ട്. അത് ഇമാജിൻ ചെയ്യുക. അപ്പോൾ സുപ്പീരിയർ മീഡിയാസ്റ്റിനം നോക്കുക. സുപ്പീരിയർ മീഡിയാസ്റ്റിനം എടുക്കുമ്പോൾ സുപ്പീരിയർ മീഡിയാസ്റ്റിനത്തിൻ്റെ ആൻറ്റീരിയർലി എന്തായിരിക്കും? സ്റ്റേണത്തിൻ്റെ മാനബ്രിയം സ്റ്റേണേ വരെ ഉള്ളൂ, അതിന് താഴത്തേക്ക് ഇൻഫീരിയർ മീഡിയാസ്റ്റിനമാണ്. സോ സുപ്പീരിയർ മീഡിയാസ്റ്റിനത്തിന് ആൻറ്റീരിയർലി മാനബ്രിയം സ്റ്റേണേ. അപ്പോൾ നമ്മുടെ സ്റ്റേണൽ ആംഗിൾ ആ ഒരു ലെവലിലൂടെ ആയിരിക്കും ഈ ഇമാജിനറി ലൈൻ പാസ് ചെയ്യുന്നത്. സോ മാനബ്രിയം സ്റ്റേണയുടെ അവിടെയാണ്, ആ ഒരു എൻ പോർഷനിലാണ് സ്റ്റേണൽ ആംഗിൾ വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് സ്റ്റേണൽ ആംഗിൾ. ഒന്ന് റിക്കളക്ട് ചെയ്ത് നോക്കുക, ആ ലെവലിൽ വരുന്ന സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. സോ നമ്മൾ ബാക്ക് ടു മീഡിയാസ്റ്റിനത്തിലേക്ക് വന്നാൽ, ആൻറ്റീരിയർലി മാനബ്രിയം സ്റ്റേണേ, പോസ്റ്റീരിയർലി ഫസ്റ്റ് 4 തൊറാസിക് വെർട്ടിബ്ര, അതായത് T4 വരെയാണ് സുപ്പീരിയർ മീഡിയാസ്റ്റിനം. അപ്പോൾ മാനബ്രിയം സ്റ്റേണയുടെ താഴേക്ക് ഇൻഫീരിയർ മീഡിയാസ്റ്റിനമാണ്. T4 ആണ് ബാക്കിൽ ആ ലെവൽ വരുന്നത്. സുപ്പീരിയർലി തൊറാസിക് ഇൻലെറ്റ് തന്നെ ആയിരിക്കും. ഇൻഫീരിയർലി ആ ഒരു ഇമാജിനറി ലൈൻ അതെങ്ങോട്ടേക്കാണ് പാസ് ചെയ്യുന്നത്? സ്റ്റേണൽ ആംഗിൾ തൊട്ടിട്ട് ലോവർ ബോർഡർ ഓഫ് T4 വരെ. ശരിക്കും ആ ഒരു ലൈൻ കണ്ടില്ലേ, ഇങ്ങനെയാണ് അത് പാസ് ചെയ്യേണ്ടത്. ലൈൻ T4 വരെ, സ്റ്റേണൽ ആംഗിളിൽ തുടങ്ങിയിട്ട് T4 വരെ പാസ് ചെയ്യുന്നതാണ് ആ ഒരു ഇമാജിനറി ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള പോർഷനെ നമ്മൾ സുപ്പീരിയർ മീഡിയാസ്റ്റിനം എന്നും താഴെയുള്ള പോർഷനെ നമ്മൾ ഇൻഫീരിയർ മീഡിയാസ്റ്റിനം എന്നുമാണ് പറയുന്നത്. ഇനി സുപ്പീരിയർ മീഡിയാസ്റ്റിനത്തിലെ കണ്ടൻസ് നോക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ അത് പറയാൻ പറ്റും. സുപ്പീരിയർ മീഡിയാസ്റ്റിനം കറക്റ്റായിട്ട് അത് ലൊക്കേറ്റ് ചെയ്താൽ ഈ ഒരു ഫിഗറും കൂടെ വെച്ചിട്ട് പറയാൻ നോക്കുക. അപ്പോൾ ബാക്കിൽ കണ്ടല്ലോ, ട്രക്കിയ പാസ് ചെയ്യുന്നുണ്ട്. ട്രക്കിയുടെ കൂടെ തന്നെ ആരുണ്ടായിരിക്കും? ഈസോഫാഗസ് ഉണ്ടായിരിക്കും. സോ ട്രക്കിയ ഡിവൈഡ് ചെയ്യുന്നത് സ്റ്റേണൽ ആംഗിളിൻ്റെ ലെവലിൽ വെച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡിവിഷൻ താഴത്തേക്കായിരിക്കും, ഇൻഫീരിയർ മീഡിയാസ്റ്റിനത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ ട്രക്കിയ, മുകളിൽ ട്രക്കിയ ഉണ്ട്, ഈസോഫാഗസ് ഉണ്ട്. ദെൻ ആ ഒരു സ്റ്റേണൽ ആംഗിളിൻ്റെ മുകളിലായിട്ട് വരുന്ന സ്ട്രക്ചേഴ്സ് നമ്മൾ പറഞ്ഞു, ആർച്ച് ഓഫ് അയോട്ട, അതായത് അസെൻഡിങ് അയോട്ട വന്ന് നിൽക്കുന്ന ആ ഒരു പോർഷനിലാണ്. അപ്പോൾ അസെൻഡിങ് അയോട്ട സുപ്പീരിയർ മീഡിയാസ്റ്റിനത്തിൽ വരത്തില്ലല്ലോ, ഇൻഫീരിയർ മീഡിയാസ്റ്റിനത്തിലായിരിക്കും വരുന്നത്. സോ അത് കഴിഞ്ഞ് ആർച്ച് ഓഫ് അയോട്ട ബിഗിൻ ചെയ്ത് എൻഡ് ചെയ്യുന്നതും സ്റ്റേണൽ ആംഗിളിൻ്റെ ലെവലിലാണെന്ന് പറഞ്ഞു. അപ്പോൾ
സുപ്പീരിയർ മീഡിയാസ്റ്റനത്തിലേക്ക് ആർച്ച് ഓഫ് അയോട്ട വന്നു. ദെൻ ആർച്ച് ഓഫ് അയോട്ടയുടെ ബ്രാഞ്ചസ് ആണ് വരിക. ബ്രൈക്കോസെഫാലിക് ആർട്ടറി, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി, ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി, അങ്ങനെ ആർച്ച് ഓഫ് അയോട്ടയുടെ ബ്രാഞ്ചസ് ആണ് പിന്നെ അവിടെ ആർട്ടറിയുടെ കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ വെയിൻസ് നോക്കുമ്പോൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രേക്യോസെഫാലിക് വെയിൻസ് ഉണ്ട്. ദെൻ അപ്പർ ഹാഫ് ഓഫ് സുപ്പീരിയർ വീനേക്കാവ, ലെഫ്റ്റ് സുപ്പീരിയർ ഇൻ്റർകോസ്റ്റൽ വെയിൻസും വരുന്നുണ്ട്. പിന്നെ നെർവ്സിനകത്ത് വാഗസ് നെർവ്, ഫ്രെനിക് നെർവ് ഒക്കെ വരുന്നുണ്ട്. വാഗസ് നെർവ് എത്രാമത്തെ ക്രേനിയൽ നെർവാണ്, ഫ്രെനിക് നെർവ് ഏതിൻ്റെ ബ്രാഞ്ചാണ്, അതൊക്കെ ഒന്ന് റിക്കളക്ട് ചെയ്യുക. ലെഫ്റ്റ് റെക്കറൻറ്റ് ലാരഞ്ചൽ നെർവ് വരുന്നുണ്ട്. ദെൻ തൈമസും തൊറാസിക് ഡക്റ്റും. തൊറാസിക് ഡക്റ്റ് നമ്മൾ പറഞ്ഞു പോസ്റ്റീരിയർ മീഡിയാസ്റ്റനത്തിലേക്ക് എൻ്റർ ചെയ്ത് സുപ്പീരിയർ മീഡിയാസ്റ്റനത്തിൽ കയറിയിട്ട് അവിടെ നിന്നാണ് കണ്ടില്ലേ, അവിടെ നിന്നാണ് പിന്നെ പോയിട്ട് സബ്ക്ലേവിയൻ വെയിനിലോട്ട് ചേരുന്നത്. സോ സുപ്പീരിയർ മീഡിയാസ്റ്റനത്തിൽ തൊറാസിക് ഡക്റ്റും വന്നു. അപ്പം അത്രയാണ് സുപ്പീരിയർ മീഡിയാസ്റ്റനത്തിൻ്റെ കണ്ടൻറ്റും ബോർഡേഴ്സും എന്ന് പറയുന്നത്. മാനുബ്രിയം സ്റ്റേണ അല്ലെങ്കിൽ സ്റ്റേണൽ ആംഗിളിനെ ഒരു ബേസ് ആയിട്ട് ഓർത്തിരിക്കുക. അതിന് മുകളിൽ സുപ്പീരിയർ മീഡിയാസ്റ്റനം, താഴെ ഇൻഫീരിയർ മീഡിയാസ്റ്റനം എന്ന് ഓർത്തിരിക്കുക. ഇനി ആ ഒരു ഇൻഫീരിയർ മീഡിയാസ്റ്റനത്തിനെ നമ്മൾ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഇൻഫീരിയർ മീഡിയാസ്റ്റനം 3ആയിട്ടുണ്ട്, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, മിഡിൽ, അങ്ങനെ 3ആയിട്ട് ഇൻഫീരിയർ മീഡിയാസ്റ്റനത്തിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പം ആൻറ്റീരിയർ നോക്കുക. ആൻറ്റീരിയർ മീഡിയാസ്റ്റനം, അതായത് ഇൻഫീരിയറിൻ്റെ ഒരു ഡിവിഷനാണ് ഈ ആൻറ്റീരിയർ മീഡിയാസ്റ്റനം എന്ന് പറയുന്നത്. സ്റ്റേണൽ ആംഗിളിൻ്റെ താഴെ തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ആൻറ്റീരിയർ ബോർഡർ എന്തായിരിക്കും, സ്റ്റേണത്തിൻ്റെ ബോഡി ആയിരിക്കും. ബോഡി ഓഫ് സ്റ്റേണമാണ് ആൻറ്റീരിയർ മീഡിയാസ്റ്റനത്തിൻ്റെ ആൻറ്റീരിയർ ബോർഡർ. പോസ്റ്റീരിയർ വരുമ്പോൾ ആരാണ്, പെരിക്കാർഡിയം. അത് ഹാർട്ടിന് അതിനും പുറകിലാണ് ഹാർട്ട്. അപ്പോൾ പെരിക്കാർഡിയമാണ് ആൻറ്റീരിയർ മീഡിയാസ്റ്റനത്തിൻ്റെ പോസ്റ്റീരിയർ ബോർഡർ. പെരിക്കാർഡിയത്തിനും സ്റ്റേണത്തിൻ്റെ ബോഡിക്കും ഇടയിൽ വരുന്ന പോർഷനാണ് നമ്മൾ ആൻറ്റീരിയർ മീഡിയാസ്റ്റനം എന്ന് പറയുക. സുപ്പീരിയർലി ആര് തന്നെയായിരിക്കും, ആ ഒരു ഇമാജിനറി ലൈൻ തന്നെയായിരിക്കും വരിക. ഇൻഫീരിയർലി നമ്മുടെ ഡയഫ്രം ആയിരിക്കും വരുന്നത്. ഡയഫ്രം വരല്ലേ ഉള്ളൂ മീഡിയാസ്റ്റനം, അപ്പോൾ ഇൻഫീരിയർലി ഡയഫ്രം ആയിരിക്കും വരുന്നത്. കണ്ടൻറ്റ് വരുമ്പോൾ ആൻറ്റീരിയർ മീഡിയാസ്റ്റനത്തിൽ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടൻസ് ഒന്നുമില്ല. സ്റ്റേണോ പെരിക്കാർഡിയൽ ലിഗമെൻറ്റ്സ്, ലിംഫ് നോഡും ലിംഫാറ്റിക്സ് അല്ലെങ്കിൽ തൈമസിൻ്റെ ലോവർ പാർട്ട് അങ്ങോട്ടത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കണ്ടൻറ്റ് മാത്രമേ ആൻറ്റീരിയർ മീഡിയാസ്റ്റനത്തിൽ വരുന്നുള്ളൂ. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ മിഡിൽ മീഡിയാസ്റ്റനം എന്ന് പറയുന്നത്. അപ്പോൾ മിഡിൽ മീഡിയാസ്റ്റനം നോക്കുക, അതിൻ്റെ ആൻറ്റീരിയർലി ആരാണ് വന്നിരിക്കുന്നത്, സ്റ്റേണോ പെരിക്കാർഡിയൽ ലിഗമെൻറ്റ്സ് ആണ് ആൻറ്റീരിയർലി വന്നിട്ടുള്ളത്. മിഡിൽ മീഡിയാസ്റ്റനത്തിൻ്റെ ആൻറ്റീരിയർ ബോർഡർ ഇസ് ഫോംഡ് ബൈ സ്റ്റേണോ പെരിക്കാർഡിയൽ ലിഗമെൻറ്റ്. പോസ്റ്റീരിയർലി നോക്കുക, പോസ്റ്റീരിയർലി ആണ് ഈസോഫാഗസ് പാസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഈസോഫാഗസ് ഉണ്ട് അവിടെ, ഡിസെൻഡിങ് തൊറാസിക് അയോട്ട, അസൈഗസ് വെയിൻ, അങ്ങനത്തെ ഓരോ വെസൽസ് ആണ് മിഡിൽ മീഡിയാസ്റ്റനത്തിൻ്റെ പോസ്റ്റീരിയർ ബോർഡറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ മിഡിൽ മീഡിയാസ്റ്റനത്തിന് പോസ്റ്റീരിയർലി ഈസോഫാഗസ്, ഡിസെൻഡിങ് തൊറാസിക് അയോട്ട, അസൈഗസ് വെയിനൊക്കെയാണ് വരുന്നത്. ഇനി മിഡിൽ മീഡിയാസ്റ്റനമാണ് കണ്ടൻറ്റ് വൈസ് നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ഹാർട്ടും പെരിക്കാർഡിയും ഈ മിഡിൽ മീഡിയാസ്റ്റനത്തിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹാർട്ട്, പെരിക്കാർഡിയം, ഹാർട്ടിൽ നിന്നുള്ള അസെൻഡിങ് അയോട്ട, പൾമണറി വെയിൻസും പൾമണറി ട്രങ്കും, അതുപോലെ തന്നെ ലോവർ ഹാഫ് ഓഫ് സുപ്പീരിയർ വീനേക്കാവ, ടെർമിനൽ പാർട്ട് ഓഫ് അസൈഗസ് വെയിൻ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി വെയിൻ. അപ്പോൾ ഇതൊക്കെ മിഡിൽ മീഡിയാസ്റ്റനത്തിലാണ്. ഇനി ട്രക്കിയയുടെ ബൈഫർക്കേഷൻ വന്നേക്കുന്നത് മിഡിൽ മീഡിയാസ്റ്റനത്തിലാണ്. അത് ബൈഫർക്കേറ്റ് ചെയ്ത് മാറുന്ന റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കി ഉണ്ടല്ലോ, അതും മിഡിൽ മീഡിയാസ്റ്റനത്തിലാണ്. അപ്പോൾ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് മിഡിൽ മീഡിയാസ്റ്റനത്തിലാണ്. ഹാർട്ടും പെരിക്കാർഡിയം, അതുപോലെ തന്നെ ഹാർട്ടിൽ നിന്നുള്ള വെസൽസ്, ട്രക്കിയുടെ ബൈഫർക്കേഷൻ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കിയൊക്കെ മിഡിൽ മീഡിയാസ്റ്റനത്തിലാണ് വന്നിട്ടുള്ളത്. ദെൻ ഫൈനലി ഇനി നമ്മൾ പോകുന്നത് പോസ്റ്റീരിയർ മീഡിയാസ്റ്റനത്തിലാണ്. പോസ്റ്റീരിയർ മീഡിയാസ്റ്റനം നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ആരാണ്, ആൻറ്റീരിയർലി ആരാണുള്ളത്, എഗെയിൻ പെരിക്കാർഡിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആൻറ്റീരിയർലി പെരിക്കാർഡിയം, പോസ്റ്റീരിയർലി ആരാണ്, ലാസ്റ്റായിട്ടുള്ള 8 തൊറാസിക് വെർട്ടിബ്രാസ്. ആദ്യത്തെ 4 പേര് സുപ്പീരിയർ മീഡിയാസ്റ്റനത്തിലേക്ക് പോയി, മൊത്തം 12 പേരാണല്ലോ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ 4 പേര് സുപ്പീരിയർ മീഡിയാസ്റ്റനത്തിലേക്ക് പോയി, ലാസ്റ്റത്തെ 8 പേര് നമ്മുടെ ഇൻഫീരിയർ മീഡിയാസ്റ്റനത്തിന് തന്നെ പോസ്റ്റീരിയർ മീഡിയാസ്റ്റനത്തിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻഫീരിയർ ബോർഡറൊക്കെ ഡയഫ്രം തന്നെ ആയിരിക്കും, സുപ്പീരിയർ ബോർഡർ നമ്മുടെ ആ ഇമാജിനറി ലൈനും ആയിരിക്കും. സോ ഇനി പോസ്റ്റീരിയർ മീഡിയാസ്റ്റനത്തിൻ്റെ കണ്ടൻറ്റിലേക്ക് വരുമ്പോൾ, പോസ്റ്റീരിയർ മീഡിയാസ്റ്റനത്തിൻ്റെ കണ്ടൻറ്റ് ഏറ്റവും പുറകിലായിട്ട് ആ ഒരു ഈസോഫാഗസും ട്രക്കിയൊക്കെയാണ് വരുന്നത്. ട്രക്കിയ ഫ്രണ്ടിലാണ്, അത് മിഡിൽ മീഡിയാസ്റ്റനത്തിൽ വെച്ച് ഡിവൈഡ് ചെയ്ത് മാറിയിട്ടുണ്ട്. ട്രക്കിയുടെ പുറകിലായിട്ടുള്ള ഈസോഫാഗസ് പോസ്റ്റീരിയർ മീഡിയാസ്റ്റനത്തിലേക്ക് പോയിട്ടുണ്ട്. ദെൻ തൊറാസിക് ഡക്റ്റ് ഉണ്ട്, ഡിസെൻഡിങ് അയോട്ട ഉണ്ട്, അസൈഗോസ്, അസൈഗസ് വെയിൻസും ഒക്കെ ഉണ്ട്. സോ പോസ്റ്റീരിയർ മീഡിയാസ്റ്റനത്തിൽ തൊറാസിക് ഡക്റ്റ്, ഈസോഫാഗസ്, ഡിസെൻഡിങ് അയോട്ട, അസൈഗോസ് ആൻഡ് ഹെമി അസൈഗോസ് വെയിൻ.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ മീഡിയാസ്റ്റിനവും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻസും. തൊറാസിക് ഡക്റ്റ് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ കണക്ട് ചെയ്ത് പോയതാണ്. തൊറാസിക് ഡക്റ്റ് പോസ്റ്റീരിയർ മീഡിയാസ്റ്റിനം വഴി സുപ്പീരിയർ മീഡിയാസ്റ്റിനത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി മീഡിയാസ്റ്റിനത്തിൻ്റെ ഡിവിഷൻസും കൂടി ഒന്ന് നോക്കിക്കോളുക. ഇനി മീഡിയാസ്റ്റിനത്തിൽ ഒരു കംപ്രഷൻ സിൻഡ്രോം ഉണ്ട്. മീഡിയാസ്റ്റിനൽ കംപ്രഷൻ സിൻഡ്രോം അല്ലെ മീഡിയാസ്റ്റിനൽ സിൻഡ്രോം എന്ന് പറയും. സിംപ്ലി മീഡിയാസ്റ്റിനൽ സിൻഡ്രോം എന്ന് പറയുന്നത് അതായത് അവിടെ എന്തെങ്കിലും ട്യൂമേഴ്സൊക്കെ വന്നിട്ട് ഈ മീഡിയാസ്റ്റിനൽ കണ്ടൻറ്റുകൾ കംപ്രസ്ഡ് ആവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതാണ് ഈ മീഡിയാസ്റ്റിനൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെസൽസിനും ഉണ്ടാകുന്ന ആ ഒരു പ്രഷറിനനുസരിച്ചിട്ടായിരിക്കും അവിടെ സിംറ്റംസ് വരുന്നത്. അതും ഒന്ന് നോക്കിക്കോളുക. കംപ്രഷൻ മീഡിയാസ്റ്റിനൽ സിൻഡ്രോം ആ ട്യൂമേഴ്സ് വന്നിട്ട് കംപ്രഷൻ വന്നിട്ട് ഉണ്ടാകുന്നതാണത്. ഈ നമ്മുടെ തൊറാസിക് ഡക്റ്റ് സിസ്റ്റേർണ കൈയിൽ നിന്ന് തുടങ്ങിയിട്ട് ഡയഫ്രത്തിൻ്റെ ഓപ്പണിങ് വഴിയാണ് കയറുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഡയഫ്രത്തിൻ്റെ ഓപ്പണിങ് വഴി മുകളിലേക്ക് കയറുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഓപ്പണിങ്സ് ഏതൊക്കെയാണെന്നുള്ളതും കൂടി ഒന്ന് നോക്കിയേക്കാം. ഡയഫ്രത്തിൻ്റെ ഓപ്പണിങ്സ് ആണ്. അപ്പോൾ 3 ഓപ്പണിങ്സ് ആണ് നമുക്ക് ഡയഫ്രത്തിനുള്ളത്. നമ്മൾ VOA എന്ന് ന്യൂമോണിക്സ് വെച്ച് പറയും, വോയിസ് ഓഫ് അമേരിക്ക. അതായത് VOA വീനക്കാവൽ ഓപ്പണിങ്, അയോട്ടിക് O ആണ് നെക്സ്റ്റ്. ഈസോഫാജിൽ ഓപ്പണിങ്, A ഫോർ അയോട്ടിക് ഓപ്പണിങ്. വീനക്കാവൽ ഓപ്പണിങ്, ഈസോഫാജിൽ ഓപ്പണിങ്ങും അയോട്ടിക് ഓപ്പണിങ്ങും. ഇങ്ങനെ 3 ഓപ്പണിങ്സ് ആണ് ഡയഫ്രത്തിലുള്ളത്. അപ്പോൾ അതിൻ്റെ ലെവലും ആ ഒരു ഓർഡറിൽ തന്നെയാണ് 8, 10, 12. അതായത് T8, T10, T12, VOA 8, 10, 12 അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ വന്നിട്ടുള്ളത്. വീനക്കാവൽ ഓപ്പണിങ്, ഈസോഫാജിൽ ഓപ്പണിങ്ങും അയോട്ടിക് ഓപ്പണിങ്ങും. ഇതിന് ഓപ്പണിങ്സിലൂടെ പാസ് ചെയ്യുന്ന കണ്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഡയഫ്രത്തിൻ്റെ ഓപ്പണിങ്സും അതിൻ്റെ കണ്ടൻസും. അപ്പോൾ ഓരോന്നായിട്ട് നോക്കുക. വീനക്കാവൽ ഓപ്പണിങ്ങും കൂടെ പാസ് ചെയ്യുന്ന ആരായിരിക്കും? ഒരു ഇൻഫീരിയർ വീനക്കാവ് അതിൽ കൂടെ പാസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് വീനക്കാവൽ ഓപ്പണിംഗ് ആയത്. അപ്പോൾ ഇൻഫീരിയർ വീനക്കാവ് അവിടെ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ പിന്നെ വരുന്ന ആളാണ് റൈറ്റ് ഫ്രെനിക് നെർവിൻ്റെ ബ്രാഞ്ചസ്. സോ വീനക്കാവൽ ഓപ്പണിങ്ങിനകത്ത് ഇൻഫീരിയർ വീനക്കാവ, റൈറ്റ് ഫ്രെനിക് നെർവിൻ്റെ ബ്രാഞ്ചസ്. ദെൻ ഇതിൻ്റെ വേണമെങ്കിൽ ഈ ഓപ്പണിംഗ് അല്ലാതെ ആ ഒരു ലെവൽ ചോദിക്കുക, അത് എൻ്റർ ചെയ്യുന്ന ലെവൽ. അപ്പോൾ വീനക്കാവൽ ഓപ്പണിങ് T8 ലെവലിലാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് ഇത് എൻ്റർ ചെയ്യുന്ന ആ ഒരു ഏരിയ, ആ ഒരു ലെവൽ എവിടെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇൻഫീരിയർ വീനക്കാവയും റൈറ്റ് ഫ്രെനിക് നെർവും വീനക്കാവൽ ഓപ്പണിംഗ് വഴി ആണ് നമ്മുടെ തൊറാക്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ അതിൻ്റെ ലെവൽ T8. ദെൻ അടുത്ത T10 പറയുമ്പോൾ ഈസോഫാജിൽ ഓപ്പണിംഗ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുവഴിയായിരിക്കും ഈസോഫാഗസ് പാസ് ചെയ്യുന്നത്. T10 ലെവലിൽ ഈസോഫാഗസ്, വാഗസ്, ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആർട്ടറീസ് പാസ് ചെയ്യുന്നത്. ഈസോഫാഗസ്, വാഗസ്, ദെൻ ഗ്യാസ്ട്രിക് ആർട്ടറി, ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി, അതിൻ്റെ ബ്രാഞ്ചസ്. ഇത്രയും കാര്യങ്ങളാണ് ഈസോഫാഗൽ ഓപ്പണിങ്ങിൽ കൂടെ പാസ് ചെയ്യുന്നത്. ദെൻ അടുത്ത അയോട്ടിക് ഓപ്പണിങ് വന്നിട്ടുള്ളത് T12, 12th തൊറാസിക് വെർട്ടിബ്രൽ ലെവലിലാണ് T12 അയോട്ടിക് ഓപ്പണിങ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടെ ആയിരിക്കും അയോട്ട, തൊറാസിക് ഡക്റ്റ്, അസൈഗോസ് വെയിൻ. ദെൻ അയോട്ട, തൊറാസിക് ഡക്റ്റ്, അസൈഗോസ് വെയിൻ. അപ്പോൾ തൊറാസിക് ഡക്റ്റ് എൻ്റർ ചെയ്യുന്ന ലെവൽ T12 നമ്മൾ പറഞ്ഞു. T12 സിസ്റ്റേർണ കൈലിയുടെ അവിടെ നിന്ന് T12 മുതൽ മുകളിലേക്കാണ് നമ്മൾ തൊറാസിക് ഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ T12 ലെവലിലാണ് ഡയഫ്രത്തിൻ്റെ അയോട്ടിക് ഓപ്പണിങ് വരുന്നത്. അപ്പോൾ അയോട്ടിക് ഓപ്പണിങ് വഴിയാണ് അത് മുകളിലേക്ക് തൊറാക്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ അയോട്ടിക് ഓപ്പണിങ് കൂടെ വേറെ തൊറാസിക് ഡക്റ്റിന് ഉള്ള കമ്പാനിയൻസ് ആരൊക്കെയാണ്? അയോട്ടയുണ്ട്, അസൈഗോസ് വെയിനുണ്ട്. അയോട്ട, തൊറാസിക് ഡക്റ്റ്, അസൈഗോസ് വെയിൻ. അപ്പം ഈ 3 ഓപ്പണിങ്സ് ആണ് ഡയഫ്രത്തിന്. വീനക്കാവൽ ഓപ്പണിങ്, ഈസോഫാജിൽ ഓപ്പണിങ് ആൻഡ് അയോട്ടിക് ഓപ്പണിങ്. ദെൻ ഓരോരുത്തരും ഒരാളെ നമുക്ക് എന്തായാലും പറയാൻ പറ്റും പേര് വെച്ചിട്ട്. വീനക്കാവൽ ഓപ്പണിങ്ങിൽ കൂടെ ഇൻഫീരിയർ വീനക്കാവ, ഈസോഫാജിൽ ഓപ്പണിങ്ങിൽ കൂടെ ഈസോഫാഗസ്, അയോട്ടിക് ഓപ്പണിങ്ങിൽ കൂടെ അയോട്ട. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള ആൾക്കാരെയും കൂടെ ഓർത്ത് വെക്കുക.